സേനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മുഹറം 10 ഞാൻ ഉണ്ടാക്കിയ ഒരു മധുരമുള്ളൊരു പിടിയാണ് കേട്ടോ. ഈ പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് വെളുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. ഈ കടല വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളവും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ കടല വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പൊടി വാട്ടിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഒരു വലിയ സ്റ്റീൽ ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി തന്നെ. അത് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കാൻ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടുമ്പോൾ നല്ല വെന്ത് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിടി ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോകും. വാട്ടിയെടുത്ത പൊടി ഞാനൊരു തളികയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കാം. അതിന് ശേഷം ചെറുതായി പിടി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലവരൊക്കെ നീളത്തിലുണ്ടാക്കുന്നത്, അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഉണ്ടാക്കിയെടുത്ത പിടിയെല്ലാം നമുക്കൊരു സ്റ്റീമറിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിവിടെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു പഴയ ഒരു ഐറ്റമാണ് കേട്ടോ. ബറാത്തിന്, അതുപോലെ തന്നെ നമ്മുടെ നോമ്പിന്, മുഹറം 10 അതൊക്കെ. ഇതൊന്നും ഇപ്പോൾ ആരുണ്ടാക്കി കാണലില്ല. ഇപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചൂട് പോയതിന് ശേഷം ഇതിൻ്റെ മുകളിലൊരു വെള്ള തൊലി ഉണ്ടാവുമല്ലോ, അത് കളയണം. അതിന് ശേഷം ഈ കടല നമുക്ക് 2ആയി പൊളിച്ചെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും തൊലിയുണ്ട് കേട്ടോ ഈ കടലക്ക്. ഇനി നമുക്ക് ഒരു പാനിൽ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ പാക്കറ്റ് പാലല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കട്ടെ. ഞാൻ ലാസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആദ്യം ഈ കടല ഇട്ട് കൊടുക്കാം. പാലും കടലയും കൂടി നല്ല തിളച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം മധുരം വേണം കേട്ടോ, കാരണം നമുക്ക് പിടിയിലേക്കും കൂടിയുള്ള മധുരമാണല്ലോ. പിന്നെ ചിലർ ശർക്കര കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ശർക്കരനേക്കാളും നല്ലത് ഇതാണ്. കാരണം നമ്മുടെ പിടിയൊക്കെ വെളുത്തിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ അതിൽ ശർക്കര ഇടുമ്പോൾ ആ പിടി തീരെ കാണില്ല. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഈ വേവിച്ച് വെച്ച പിടിയും കൂടി ഇട്ട് കൊടുക്കാം. പിടിയും കടലയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിന്ന് വളരെ വിഷമത്തിലാണ്. കാരണം നാളെ മരുമകളും കൊച്ചുമക്കളും പോവുകയാണ്. അവർ 2 മാസമായല്ലോ വന്നിട്ട്. അപ്പോൾ വല്ലാത്തൊരു വിഷമം. കാരണം അവരിപ്പോൾ നല്ലോണം നമ്മളായിട്ടൊക്കെ അടുത്ത് നല്ല കളിയും ചിരിയും നല്ല രസമാണ് കേട്ടോ. പെട്ടെന്ന് പോവുകയെന്ന് പറയുമ്പോൾ വളരെ വിഷമം. ഇതിപ്പോൾ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറുകിയ തേങ്ങാപ്പാൽ 1.5 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്ത് മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായി 1 സ്പൂൺ ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ അണ്ടിയും മുന്തിരിയും വറുത്ത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മധുരമുള്ള കടലയും പിടിയും കൂടിയുള്ള കടലപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ളതായിരുന്നു കേട്ടോ, ഓരോ ബൗളിലെടുത്ത് കഴിക്കാൻ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.